നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് കേക്ക് സിക്കിൾസ് അതുപോലെ കേക്ക് പോപ്സ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. വീട്ടിൽ കേക്ക് ബാക്കിയുണ്ടെങ്കിലും അതില്ലെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തുള്ള സ്പോഞ്ച് കേക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കേക്ക് ബാക്കിയുള്ളതോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഒരു ബൗളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് 1/2 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു 2-3 പിഞ്ച് ബേക്കിംഗ് സോഡ, ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിനകത്തോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി അങ്ങ് വിസ്കോ അതല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ബാറ്ററിന് നമുക്ക് 2 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഒരു ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റർ കയ്യിലില്ലാത്തവർ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് പതഞ്ഞ് വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്ലേവറിന് നിങ്ങൾക്ക് വാനില എസൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉപയോഗിക്കാം. ഞാനിപ്പോൾ പിസ്ത എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെയും ഫ്ലേവറിനനുസരിച്ചിട്ട് ബട്ടർ സ്കോച്ചോ സ്ട്രോബെറിയോ ചോക്ലേറ്റോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് പൊടിച്ച പഞ്ചസാര, അപ്പോൾ 1/2 കപ്പിന് 1/2 കപ്പ് അളവിൽ തന്നെ വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര നമ്മൾ സാധാരണ ബേസ് കേക്ക് ചെയ്തെടുക്കുന്നത് പോലെ ചെയ്യാം. പക്ഷേ കേക്ക് സിക്കിൾസ് പൊതുവേ ഭയങ്കര സ്വീറ്റാണ്, ലാസ്റ്റ് നമ്മൾ കോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല. ഒരു 1/4 കപ്പ് അളവ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒത്തിരി മധുരം ഇഷ്ടമാണെങ്കിൽ മാത്രം 1/2 കപ്പ് മൈദക്ക് 1/2 കപ്പ് അളവിൽ തന്നെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമ്മുടെ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വിസ്കോ അതല്ലെങ്കിൽ തവിയോ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ ബീറ്റർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബീറ്റർ ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത പാൽ കൂടി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചായിട്ട് ഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. ഒന്നങ്ങ് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ കൂടുതൽ സമയം ഫോൾഡ് ചെയ്യരുത്. അപ്പോൾ പിന്നെ അങ്ങ് മൊത്തത്തിലങ്ങ് കേക്ക് ഒട്ടും തന്നെ പൊങ്ങി കിട്ടില്ല. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുക്കറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എയർ ബബിൾസ് കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് തറയിൽ വെച്ചിട്ട് ഒന്നുകൂടി അങ്ങ് ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വിസിലും അതുപോലെ വാഷറും ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് പിന്നീട് നമ്മൾ ഉപയോഗിക്കാത്തൊരു തവ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കണം. ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമുക്ക് കുക്കർ ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് ഒരു 25 മിനിറ്റ് തുടങ്ങി 30 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് അത് മാറ്റം വരും കേട്ടോ. ഇപ്പം ഞാൻ കറക്റ്റ് 30 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്കൊക്കെ നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ ഇതിനകത്ത് എടുത്ത് മാറ്റാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ്. പിസ്ത എസൻസിൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ ഒരു കേക്കിൻ്റെ ടെക്സ്ചർ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് കണ്ടില്ലേ. നല്ല സ്പോഞ്ച് പോലെയുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ പിച്ചിയിട്ടിട്ട് കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അതായത് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് പൊടിച്ചെടുക്കും. ഇപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി എടുക്കുന്ന കേക്ക് സിക്കിൾസൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ആ പിറകുവശത്തുള്ള ബ്രൗൺ കളറൊക്കെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇതിനകത്തോട്ടേക്ക് ഒന്നുകിൽ മിൽക്ക് മെയ്ഡ്, ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാൻ ആകെ ഒരു 2.5 ടേബിൾ സ്പൂൺ അടുത്തേ ചേർത്ത് കൊടുക്കുന്നില്ല, കൂടുതൽ ഉപയോഗിക്കുന്നില്ല, ഭയങ്കര സ്വീറ്റായി പോകും. അതുപോലെ തന്നെ ബാക്കി ഒരു 4 ടേബിൾ സ്പൂൺ എടുത്ത് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് പിന്നീട് നമുക്ക് കുഴക്കുന്ന സമയത്ത് ഇത് കുറച്ച് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം പാല് തന്നെ ചേർത്ത് കുഴക്കുന്നതാണ് നല്ലത്. ഒത്തിരി മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും തന്നെ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര സ്വീറ്റായിരിക്കും കേക്കും മിൽക്ക് മെയ്ഡും എല്ലാം കൂടെ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതിന് പകരം നമ്മുടെ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഉണ്ടല്ലോ, ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് അത് ഉപയോഗിക്കാം. അതില്ലെങ്കിൽ സാധാരണ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് മെൽറ്റ് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അതായത് നിങ്ങൾക്ക് കുഴഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഏത് ഫ്രോസ്റ്റിംഗ് വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് നോക്കുക.
നമുക്ക് ശരിക്കും ഒന്ന് റോൾ ചെയ്യാനുള്ള പാകമായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ മോൾഡ് ഇല്ല എന്നാണെങ്കിൽ ഇതുപോലെ ഒരു ഷേപ്പിൽ നമ്മളൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ആ ഒരു മോൾഡ് കയ്യിലില്ല എന്നാണെങ്കിൽ ചെറുതായ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബാക്കിയുള്ള എഡ്ജസ് ഒക്കെ ഞാൻ കത്തി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ലെവൽ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ 2 ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് പോപ്സ് പോലെ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ലഡുവൊക്കെ റോൾ ചെയ്യില്ലേ, അതുപോലെ തന്നെ പതുക്കെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുകയും ചെയ്യും 2 കയ്യിലോട്ട് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ള ഷേപ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കേക്ക്സ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുക്കീസ് കട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കയ്യിലില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കേക്ക് പോപ്സ് പോലെ ജസ്റ്റ് റോൾ ചെയ്തിട്ടോ അതല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഏതെങ്കിലും ഷേപ്പിലോ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും കുട്ടികളുടെ കിഡ്സിൻ്റെ ഒക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഷേപ്പ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പം സ്റ്റാറിൻ്റെ ഷേപ്പും ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ നമ്മൾ സാധാരണ കുക്കീസ് റെഡിയാക്കി എടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുക്കീസ് കട്ടറായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടായിരുന്നു ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള സ്റ്റിക്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ജസ്റ്റ് ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഉള്ളത് അത് ഉപയോഗിക്കുക. അത് പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കൈ മുകൾ ഭാഗത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളെപ്പോഴും ഇതിൽ സ്റ്റിക്കാണെങ്കിൽ ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇതങ്ങ് പൊട്ടിപ്പോയിട്ട് സ്റ്റിക്ക് അങ്ങ് പുറത്തോട്ടേക്ക് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് ഫ്രീസറിനകത്തോട്ടേക്കാണ് ഞാൻ വെക്കുന്നത്. ഒത്തിരി സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 15-20 മിനിറ്റൊക്കെ വെച്ചാൽ മതി. നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇനി ഇതിനൊരു കോട്ടിങ് കൊടുക്കുന്നതിന് ഒന്നുകിൽ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാലും മതി. ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി ഡബിൾ ബോയിലിംഗ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണിച്ചിട്ടുള്ളതാണ്. ഇനി ഓരോന്നായിട്ട് ഇതിനകത്ത് അങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഓരോന്നും ഡിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ഗ്ലാസിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ വരുന്ന ചോക്ലേറ്റൊക്കെ അങ്ങ് ശരിക്കും പുറത്തോട്ട് പോയി നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ചോക്ലേറ്റിനകത്ത് വൈറ്റ് ചോക്ലേറ്റിനകത്ത് കളറൊക്കെ കൊടുത്തിട്ട് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ അതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് സ്പ്രിങ്കിൾസും അതുപോലെ സിൽവർ എഡിബിൾ ബോൾസുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിനകത്ത് കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് ഫ്രീസറിനകത്ത് ഞാൻ അതിന് ശേഷം ഒരു അരമണിക്കൂറോളം വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതങ്ങ് സെറ്റ് ആവട്ടെ. എന്നാലും ഒരു അരമണിക്കൂറിനടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ്. പക്ഷേ നിങ്ങളെപ്പോഴും അളവ് ശ്രദ്ധിക്കുക. ഈ ഉപയോഗിക്കുന്ന മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ ക്രീമിൻ്റെ ഒന്നും അളവ് കൂടരുത്. അപ്പോൾ ഒത്തിരി അങ്ങ് സ്വീറ്റായി പോകും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.